തുടങ്ങല്ലേ. മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ലോകത്തെവിടെയും കുടിയേറുക എന്നുള്ളതാണ്. ഒരു പ്രവാസി മനസ്സുള്ള ജനതയാണ് മലയാളി. അവിടെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന അവരുടെ വരുമാനം കേരളത്തിന്റെ വികസനത്തിന് പ്രധാന പിന്തുണയായി എല്ലാ കാലവും നിലകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാം വ്യക്തതയുള്ളതാണ്. അതിനാൽ ലോകത്ത് എവിടെ ഏതു ഭാഗത്തും ഉണ്ടാകുന്ന അക്രമങ്ങൾ, യുദ്ധങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള നിരവധിയായ പ്രവണതകളെല്ലാം കേരളത്തിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന വിഷയങ്ങളായിരിക്കും. മലയാളികളേറെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ. ഖത്തർ ഉൾപ്പെടെ ഇസ്രയേലിന്റെ കടന്നാക്രമണം, ബോംബാക്രമണം കേരളീയ ജനങ്ങൾ വലിയ ഞെട്ടലോടുകൂടിയാണ് ശ്രദ്ധിച്ചത്. ആക്രമണം അവസാനിക്കുന്നു എന്നുള്ളതല്ല, ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൂചനകൾ വീണ്ടും തുടരും എന്നാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രയേൽ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വതന്ത്ര പാലസ്തീൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ അംഗീകരിച്ചതാണ്. അവരുടെ പ്രമേയത്തിൽ അംഗീകരിച്ച ഒരു കാര്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സാമ്രാജ്യത്വ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് യുഎൻഒയുടെ പ്രമേയം നടപ്പിലാക്കാൻ സാധിക്കാതിരിക്കുന്നത്. ഇസ്രയേലിന്റെ സമീപനം സത്യം പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പലസ്തീനോടൊപ്പം നിന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് ഇന്ത്യ എല്ലാറ്റിനും മൗനസമ്മതം നൽകുകയാണ്. ട്രംപിനോടുള്ള ഭയം കൊണ്ട് നരേന്ദ്രമോദി ഉൾപ്പെടെ. ഒരു രാജ്യത്തെ ആക്രമിക്കുക, അതിനുശേഷം അവ പിടിച്ചെടുക്കുക, ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ വിൽക്കും എന്നതാണ്. യുദ്ധം ചെയ്ത് കരഭൂമി പൂർണ്ണമായിട്ടും കൈയടക്കിയതിനു ശേഷം ആ ഭൂമിയെ വിൽക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അത് ഇപ്പോൾ ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിന്റെ ഇത്തരം നയങ്ങൾക്കെതിരായി ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു രാജ്യമായ ഇന്ത്യ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒപ്പം ചേർന്നു സാമ്രാജ്യത്വ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ലജ്ജാകരമായ അവസ്ഥ നമ്മുടെ രാജ്യവും ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ ശക്തിയായി പ്രതിഷേധിക്കാൻ നമ്മുടെ നാട് മുന്നിട്ടിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാജ്യത്ത്. അതാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ളവർ അവരുടെ രചനയിലൂടെ അവരുടെ പ്രതികരണങ്ങളിലൂടെ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത്. പപ്പാട്ടൻ എഴുതിയിട്ടുള്ള കഥയും ഡോക്ടർ എം ലീലാവതിയുടെ പ്രതികരണവും ഏറ്റവും ശ്രദ്ധേയമായ സാമ്രാജ്യത്വ വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമായിരുന്നു. കുട്ടികളുടെ വിലാപം 65,000-ലധികം ആളുകളെയാണ് ഇതിനകം ഗാസയിൽ കൊലപ്പെടുത്തിയത്. കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൊന്നൊടുക്കുന്നത്. അതുകൊണ്ടാണ് വംശഹത്യ എന്ന് പ്രത്യേകമായി അതിന് പേര് വന്നത്. ഇതിനെതിരായ ശക്തിയായ പ്രതിഷേധം ലോകത്തും നമ്മുടെ നാട്ടിലും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ആശാവഹമായ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സംസാരം നടത്തി വരികയാണ്. അതിന്റെ ഫലമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മുന്നോട്ടേക്ക് കുതിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും നിലപാട് കൈകാര്യം ചെയ്യുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാനും കിഫ്ബി ഉൾപ്പെടെ ഉപയോഗിച്ച് പണം ഉപയോഗിച്ചു നല്ല രീതിയിൽ സ്മാർട്ട് ക്ലാസുകൾ രൂപപ്പെടുത്താനും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തല സൗകര്യം മാത്രമല്ല ഉള്ളടക്കം ശക്തിപ്പെടുത്താനും എല്ലാമുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടാവണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ച് മുന്നോട്ട് വന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പൊതുചിത്രം പരിശോധിച്ചാൽ ലോകോത്തരമായ രീതിയിലാണ് വിദ്യാഭ്യാസ സംവിധാനത്തെ കാണാനാവുക. മൊത്തം പ്രവേശന അനുപാതം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 2017-18 അത് 34%. അതിപ്പോഴ് 2021 തന്നെ 43.2% ഉയർന്നു പ്രവേശന അനുപാതം. സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ വലിയ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2017-18 38% പ്രവേശന അനുപാതം. ഇപ്പോൾ 2021 52% മാറി. വലിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ പ്രത്യേകമായിട്ട് ഇന്ത്യയിലെ മികച്ച 17 സർവകലാശാലകളിൽ 3 കേരളത്തിലാണ് ഉള്ളത് എന്നതാണ് പ്രത്യേകത. NIEF-ന്റെ റാങ്കിംഗ് പട്ടികയിൽ കേരള സർവകലാശാല ഇപ്പോഴ് 5ാം സ്ഥാനത്താണ് ഉള്ളത്. കുസാറ്റ് 8ാം സ്ഥാനത്തും മഹാത്മാഗാന്ധി സർവകലാശാല 17ാം സ്ഥാനത്തുമാണ്. കോളേജുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ സംസ്ഥാനത്ത് 18 കോളേജുകളുണ്ട്. അത് 300 കോളേജുകളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 73 കേരളത്തിൽ നിന്നാണ് എന്ന് കാണാം. അതിൽ 18 സർക്കാർ കോളേജുകൾ.
ഇപ്പൊ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം 2017-18 മുതൽ നാക് അക്രഡിറ്റേഷന്റെ A++ റാങ്ക് നേടുന്ന സർവകലാശാലയായി കേരള സർവകലാശാല മാറിയിട്ടുണ്ട്. അതേപോലെ മഹാത്മാഗാന്ധി സർവകലാശാല A++ അംഗീകാരം വീണ്ടും കരസ്ഥമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയും കുസാറ്റും A+ നേടുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം വലിയ രീതിയിലുള്ള മുന്നോട്ടേക്കുള്ള കുതിപ്പ് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് തകർക്കാനാവുക എന്നതാണ് ഭരണവർഗം, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഗവർണറെ ഉപയോഗപ്പെടുത്തി നിലവിലുള്ള നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണർ ഇടപെടുമ്പോൾ നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അക്കാദമിക് സമൂഹത്തിന്റെ പിന്തുണയോടെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന കേരളീയ ജനത ശക്തിയായി പ്രതിഷേധിക്കുകയും മുന്നോട്ടേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അനുകൂലമായ പ്രധാനപ്പെട്ട ഒരു ഘടകം. സാമൂഹികമായ പശ്ചാത്തലം അതാണ്. ഈ രംഗത്തെ കോടതി വിധികൾ ഗവർണർമാർക്കെതിരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് അനുകൂലമായ വിധികളൊന്നും ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ കേരളത്തിന്റെ ഈ മുന്നേറ്റത്തെ അട്ടിമറിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് അനിശ്ചിതത്വം രൂപപ്പെടുത്താൻ ഗവർണർമാർ തന്നെ കോടതിയിലേക്ക് പോകുന്ന ചിത്രവും അപൂർവ സംഭവമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSSനെ പീഡിപ്പിക്കാനാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത്. എന്നാൽ അവരുടെ തന്നെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിലപാടാണ് പുതിയ ഗവർണർ സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ കോടതിയിൽ നിരന്തരമായിട്ട് ഇടപെടും. എന്നിട്ടും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലെ സർവകലാശാലകളുമായി നടക്കുന്ന, ഗവൺമെന്റുമായി നടക്കുന്ന നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വിചിത്രം അംഗീകരിക്കാതെ സ്ഥിരം വൈസ് ചാൻസലറുടെ നിയമനം നടത്താൻ സാധിക്കത്തക്ക രീതിയിൽ ജസ്റ്റിസ് സുധാംശു ദുലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി നിയമിച്ചിരിക്കുകയാണ്. ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയെ വൈസ് ചാൻസലർമാരിൽ മുഖ്യമന്ത്രിയെ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പാനലിൽ മുൻഗണന നിശ്ചയിക്കുന്നതിനുള്ള അവകാശവും മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാർ താവളമാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരെ ശക്തിയായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സർക്കാരിന്റെ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാരിന്റെയും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിന്റെ ഒക്കെ സംവിധാനത്തിനെതിരെയാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ
ഗവർണർ പോയത്. അതിന് ചെലവായത് 11 ലക്ഷം രൂപയാണത്രേ. ആ 11 ലക്ഷം രൂപ ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും 5.5 വീതം കൂടി 5.5 ലക്ഷം രൂപ ഈ ഡിജിറ്റൽ സർവകലാശാലയും 5.5 ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാലയും നൽകണം എന്ന് നിയമവിരുദ്ധമായി ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർവകലാശാലയുടെ നിലവിലുള്ള ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പണം നൽകാൻ സാധിക്കുന്നതല്ല. അപ്പോ ചാൻസലർ പദവി ഉപയോഗിച്ച് എല്ലാ ജനാധിപത്യ രീതികളെയും തകർക്കുന്ന, സർവകലാശാല ഇടപെട്ട് അതിന്റെ മുന്നേറ്റത്തെ തടസ്സം നിർത്തുന്ന ഗവർണർ തങ്ങളുടെ പാർശ്വവർത്തികളെ ആയിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി നിയമവിരുദ്ധമായ ഇടപെടൽ ഇപ്പോൾ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചെലവ് യൂണിവേഴ്സിറ്റികൾ നൽകണം എന്ന വിചിത്രവാദവും ഇപ്പോഴും നടത്തുക. ഇതിനെതിരായി വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിയമസഭയിലെ പ്രത്യേകതയുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന സമീപനത്തെ ആളുകൾ ഇപ്പോഴും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓണം കാലം വലിയ പ്രയാസമുണ്ടാവാൻ ഇടയുണ്ടായിരുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു ഓണക്കാലം സമ്മാനിച്ചു ഈ ഗവൺമെന്റ് എന്ന് എല്ലാവരും ജനങ്ങൾ ഒന്നടങ്കം സമ്മതിക്കുക. പ്രതിപക്ഷം സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആദ്യം മുതലുള്ള അവരുടെ അടിയന്തര പ്രമേയങ്ങൾ, അതായിരുന്നു അവരുടെ ആയുധം. ആ ആയുധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടുമില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്ററി വ്യവസ്ഥയെ ക്രിയാത്മകമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് നമ്മൾ എല്ലാ കാലത്തും ഉന്നയിച്ചിരുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന നിലപാടാണ് പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായി കേന്ദ്രം സ്വീകരിക്കുന്നത്. എന്നാൽ അടിയന്തര പ്രമേയം എന്ന നിലയിൽ കൊണ്ടുവന്ന ജനങ്ങൾക്ക് താല്പര്യമുള്ള ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം എന്നുള്ള നിലയിൽ തുടർച്ചയായിട്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിന് കേരള അസംബ്ലി തയ്യാറായി എന്നുള്ളത് ജനാധിപത്യപരമായ കീഴ്വഴക്കത്തിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി തെറ്റായ കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കാമെന്നായിരുന്നു UDFന്റെ ധാരണ. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സംവാദങ്ങളിലും ചർച്ചകളിലും അവർ തകർന്ന് തരിപ്പണമാവുന്ന ചിത്രം രാജ്യം കാണുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രമേയ ചർച്ചയിലൂടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും UDF ഉയർത്തുന്ന തെറ്റായ സമീപനങ്ങളെയും നിലപാടുകളെയും തുറന്നു തീർക്കാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ പ്രമേയങ്ങളിലൂടെ അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് വളരെ ശരിയായ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിഞ്ഞ രീതി. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഗവൺമെന്റിനെതിരായിട്ട് അവതരിപ്പിക്കാനുള്ള വിഷയ സാന്നിധ്യം നല്ലതുപോലെ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
എറണാകുളത്ത് വലിയ രീതിയിലുള്ള സ്ത്രീ വിരുദ്ധ പ്രചാരവേല ഒരു MLA-യും കൂടി ചേർത്തുകൊണ്ട് സൈബർ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് അരങ്ങേറിയിരിക്കുകയാണ്. വി ഡി സതീശൻ പറഞ്ഞിരുന്നു, ഇടതുപക്ഷവും പ്രതിപക്ഷവുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ശക്തിയായിട്ട് ഉയർത്തിയപ്പോ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് ഞങ്ങൾ അപ്പോഴേ പ്രതികരിച്ചു. ഏത് ബോംബും വരാൻ പോകുന്നതല്ല, UDF-ന്റെ തലയിലാണ് വീഴുക. ഞങ്ങൾക്കതിലൊരു ഉത്കണ്ഠയില്ല എന്നന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷെ ഈ സതീശൻ പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണ് എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ബോംബ് രൂപപ്പെട്ടത്. ഷൈൻ ടീച്ചർക്കെതിരായിട്ടും അതുപോലെ തന്നെ MLA-യും ചേർത്തുകൊണ്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കള്ളപ്രചാരവേല ഒരുതരം ജീർണമായ UDF മനസ്സുകൾ അത് ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. വലതുപക്ഷ രാഷ്ട്രീയം ഇത്രയേറെ ജീർണമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ എറണാകുളത്തെ MLA-ക്കും അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കുമെതിരായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഓരോന്നും. കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ സ്ത്രീകൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ശൈലജ ടീച്ചർക്കെതിരായിട്ടും വീണ ജോർജ് മന്ത്രിക്കെതിരായിട്ടും തിരുവനന്തപുരം മേയർക്കെതിരായിട്ടുമെല്ലാം ഈ സൈബർ ആക്രമണം ശക്തിയായിട്ട് മുമ്പും നടന്നിട്ടുണ്ട്. സൈബർ ഇടങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് ആശയപരമായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ അത്തരം രീതികളെല്ലാം ഉപേക്ഷിച്ച് സ്ത്രീകളെ തേജോവധം ചെയ്യാൻ നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾക്കെതിരായി ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ച് നിയമ പോരാട്ടം വരെ ജനാധിപത്യ ശക്തികൾക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. 4 MLA-മാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിച്ച ചില വിഭാഗങ്ങളുണ്ട്. അതിനെതിരായി നിയമപരമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തെറ്റായ ഒന്നിനെയും അംഗീകരിച്ചു കൊടുക്കുന്ന നില സ്വീകരിക്കാൻ പറ്റില്ല. അതിനെല്ലാം തുറന്നു എതിർത്തുകൊണ്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നതാണ് പൊതുവായിട്ട് പറയാൻ. അതൊക്കെ ഈ പറയുന്ന കഥയുടെ കളവാണ്. എന്ത് കളവും പറയാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് മടിയില്ല എന്നാണല്ലോ അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ നിന്ന് വ്യക്തമായത്. ഗവൺമെന്റിന് അനുകൂലമായി പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സപ്ലൈകോയുടെ ശാഖ ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ മന്ത്രി തന്നെ പറഞ്ഞു, ഇതാ അങ്ങോട്ട് അയച്ചു തരാം. അവിടെ പ്രസംഗിച്ചത് അതേപോലെ തന്നെ അയച്ചു കൊടുത്തു. ലോകം മുഴുവൻ കണ്ടു. എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവര് ഇത്തരത്തിലുള്ള കളവ് പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയും CPIM-ന്റെ ഒരാഭ്യന്തര പ്രശ്നവും ഇതിലില്ല. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിലുള്ളവർ ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ചെയ്തികളെ തുറന്നെതിർക്കപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് ഇത്തരം തടി തപ്പുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്.
നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്ന് എന്താണോ അത് എഴുതിയാൽ മതി. ഞാൻ പറയാണ്ട് തന്നെ വ്യക്തമാകുന്നതാണല്ലോ അതെല്ലാം. വി.ഡി. സതീശനാണല്ലോ പറഞ്ഞത് ഞാൻ വലിയൊരു ബോംബ് കൊണ്ടുവരാൻ പോവാണെന്ന്. അപ്പൊ നാട്ടിൽ നിന്ന് മുഴുവൻ ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതായത് ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് അദ്ദേഹം ഗൾഫിൽ നിന്നാണ് പറഞ്ഞത്. അല്ല, അപ്പോഴും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് യാതൊരു കാര്യമില്ല. പക്ഷെ പത്രക്കാർ പരസ്പരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എവിടെയാ ഈ ബോംബ് ഇവിടെ എന്ന്. അപ്പൊ അവരെല്ലാം കരുതി വെച്ച ബോംബ് ഇമാതിരി ബോംബാണെന്നുള്ള ജീർണമായ സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? CPM എന്ന നിലയിൽ പരാതി കൊടുക്കേണ്ട കാര്യമില്ല. അവരെന്നെ പരാതി കൊടുക്കട്ടെ. നിയമപരമായിട്ട് സൈബർ ഇടങ്ങളിൽ പോരാടാനുള്ള നല്ല ശേഷിയുള്ള ഒരാൾ തന്നെയാണ് ഷൈനി ടീച്ചർ. പോരാട്ടം നടത്തും. കേരള പൊളിറ്റിക്സ് പക്ഷേ എറണാകുളത്തെ സംഭവം കേരള പൊളിറ്റിക്സ് ഇങ്ങനെ ഇല്ല, പരസ്പരം പോരടിക്കുന്നില്ലല്ലോ. ഏകപക്ഷീയമായ പോരാട്ടമല്ലേ ഇത്. അതായത് കോൺഗ്രസിന്റെ സൈബർ വിഭാഗവും യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിപ്പോ വി.ഡി. സതീശനെ വിടുന്നില്ലല്ലോ. ഞങ്ങളെ കുറ്റം പറയുന്ന വി.ഡി. സതീശൻ തന്നെ പറഞ്ഞല്ലോ, എനിക്കെതിരായിട്ട് സൈബർ ആക്രമണം നടന്നു. ആരാ നടത്തിയത്? CPM അല്ലല്ലോ, അവർ തന്നെയാണ് നടത്തുന്നത്. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്കെതിരായിട്ട് നടത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളതിനെ അതിശക്തിയായ രീതിയിൽ ജനങ്ങളെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വി.ഡി. സതീശനും തന്നെയാണ് ചെയ്തത്. തുറന്നു പറഞ്ഞു ജനങ്ങളോട് തന്നെ പറയുന്നതല്ലേ ഉണ്ടായത്. കോൺഗ്രസ് സൈബർ ഇടങ്ങൾ നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ പറ്റി ആണ് ആസൂത്രണം. ജീർണമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ മാങ്കൂട്ടലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതല്ല ഇതിന്റെ ഭാഗമാണ്. ഒരു തരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസ് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ആര്? അതിപ്പോഴല്ലേ, അതാണ് അവിടുത്തെ തർക്കത്തിന്റെ പ്രശ്നം. അതല്ലേ സൈബർ ഇടങ്ങളിലുള്ള കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലം. ഞങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്നില്ല. സഭയിൽ നടക്കുന്നില്ല. SFI പ്രവർത്തകരെ അവിടെ വികാരം പ്രകടിപ്പിച്ചത് മാത്രം. ഇങ്ങനെ തന്നെ തുടരുന്നതാണ് നല്ലത്. അല്ല, ഒന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുള്ളതല്ല. മാവട്ടത്തിലൊരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ജീർണതയുടെ. അതിന്റെ ശരിയായ മുഖമായിട്ട് മാറിയിട്ടുണ്ട്. ആ മുഖം ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓർമ്മിക്കാൻ നല്ലത് എന്നാണ് എന്റെ ഒരു ധാരണ. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം നാളെ നടപ്പാണ്. ഇന്നിപ്പോ അടിയന്തരപരമായിട്ട് അവർ വിഷയം കൊണ്ടുവന്നില്ലെങ്കിൽ സ്വർണ്ണ നഷ്ടപ്പെട്ടതുമായ വിഷയം കൊണ്ടുവന്നപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് പുറത്തു വന്നിട്ട് പറഞ്ഞത് ഈ സ്വർണം കട്ടവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. അത് പുറത്തിങ്ങനെ പറയുമെങ്കിലും അവർ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാന്നാണ്. അത്ര പറഞ്ഞാൽ മതി. ഇപ്പം പറഞ്ഞ മനസ്സിലായില്ലേ? അവസാന നിമിഷം ഒന്ന് ആരെങ്കിലും ക്ഷണിച്ചാൽ ഞങ്ങൾ കൂടി പങ്കെടുക്കാം എന്നാണ്. ഒരു ചോദ്യമില്ല. ഒരു ചോദ്യവും പ്രസക്തമായിട്ട് ഉന്നയിക്കാതെ തന്നെ പറയുന്നത് നിങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണെന്നാണ്. ഒരു പ്രമുഖ നേതാവ് തന്നെ മന്ത്രിയോട് തന്നെ സംസാരിച്ചു. പിന്നെ വെറുതെ ഈ മൂന്നെണ്ണം പറയാൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഒരു ഭൂരിപക്ഷ പീഡനവും ഇല്ല, ന്യൂനപക്ഷ വിവേചനവും ഇല്ല. ഇത് ഒറ്റ കാര്യമുള്ളൂ. ദേവസ്വം ബോർഡ് ലോക അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ കൈകാര്യം ചെയ്യട്ടെ, അത്രയേറെ കണ്ടാൽ മതി. അത് ഇപ്പം പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ പറയാം. മന്ത്രിയോട് പറഞ്ഞ ആളെ മന്ത്രിയോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും.
അതെ, നിങ്ങളോട് അതുകൊണ്ടാ പറഞ്ഞത്. അത് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നില്ല. അവർ അറിയില്ല എങ്ങനെയാണ് അവൾ ക്ഷണിക്കാൻ പോയല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ പോയല്ലോ, സമയം ചോദിച്ചിട്ട്. പക്ഷെ അയാളെ പുറത്തു വന്നില്ല. എവിടെ ക്ഷണിക്കാനായി? കഴിഞ്ഞില്ല, സമയം കഴിഞ്ഞില്ല. നാളെയല്ലേ പരിപാടി. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എഴുതാം. വികസന സദസ്സുകളുമായി സർക്കാർ സ്ഥാപനങ്ങളുടെ അതിൽ പങ്കെടുക്കുന്ന UDF കൺവീനർ അടൂർ പ്രകാശ് എല്ലാ ജില്ലാ നേതൃത്വത്തോടും കത്തയച്ചു. മലപ്പുറത്ത് അതിന് വിരുദ്ധമായിട്ട് പങ്കെടുക്കാൻ പറഞ്ഞുകൊണ്ട് അവരുടെ ജില്ലാ പ്രസിഡന്റ് ഹമീദ് MLA അദ്ദേഹം കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലീഗ് അവിടെ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പങ്കെടുക്കുന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. അത് രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നാഷണൽ ഹൈവേ മുതൽ ഇങ്ങോട്ട് എല്ലാ പരിപാടിയിലും എല്ലാറ്റിലും UDF എടുത്ത നിലപാട് അതിന് ഘടകവിരുദ്ധമായിട്ടാണ്. ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്തവരാണ് UDF. അതിന്റെ പ്രതിഫലനമാണ്. പക്ഷെ അതിന്റെ അകത്ത് തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാണാൻ സാധിച്ചത്. ലീഗിന്റെ തീരുമാനമൊന്നുമല്ലല്ലോ, ജില്ലാ ഘടകത്തിന്റെ തീരുമാനമല്ലേ UDFന്റെ. അതെ, ഓരോരുത്തരും ശരിയായ നിലപാടും തെറ്റായ നിലപാടും സ്വീകരിക്കുന്നുണ്ട്. ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പം ഞങ്ങൾ എല്ലാ കാലത്തും അതിനെ യോജിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തർക്കം. അതായത് വികസന സെമിനാറുകൾ നടത്തുന്നതിനോട് യോജിക്കാൻ തയ്യാറുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ യോജിക്കേണ്ടെന്ന് പറയുന്ന കാര്യമില്ലല്ലോ. യോജിക്കില്ല എന്ന് പറയുന്നവരെ രാഷ്ട്രീയമായിട്ടാണ് യോജിക്കാത്തത് എന്ന കാര്യവും ജനങ്ങളോട് പറയാൻ മാത്രമേ ഉള്ളൂ. അത് പറയാം. തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ UDF ആണ് വീട്ടിലായത്. AK ആന്റണി പറഞ്ഞത് എന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണെന്ന് അറിയിച്ചു. അപ്പൊ അദ്ദേഹം തന്നെ പറയാൻ പുറപ്പെട്ടു. അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു, ഒരു അബദ്ധം തന്നെയാണ് പറ്റിയത്. അത് തന്നെയാണ് അടുത്ത വർഷം വേണ്ടി പറഞ്ഞത് കൃത്യമായിട്ട് അംഗീകരിച്ചു എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. അല്ല, ഞങ്ങൾ ഇതിനകത്ത് ധൃതിപ്പെട്ട് എടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ആദ്യം മുതലേ സ്വീകരിച്ചത്. കോടതിയുടെ മുമ്പിലാണ് ഇതുള്ളത്. ആ കോടതിയുടെ വിധി അന്തിമമായി വരുന്നതിന് മുമ്പ് ഈ വോട്ടർ പട്ടിക പുതിയ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നതിനോട് ഞങ്ങൾ ആദ്യമേ യോജിക്കുന്നില്ല. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ആ പ്രവർത്തനവുമായി, ആ പ്രക്രിയയുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ സ്വാഭാവികമായും കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യം ഒരു പ്രബലമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്കതിൽ ഇടപെടേണ്ടി വരും. എല്ലാവരുടെയും, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കും. അല്ല, അങ്ങനെയല്ലേ? അതുപോലെ തന്നെ അർഹതയുള്ള ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കുക, അർഹതയുള്ള വോട്ടൊന്നും തള്ളിപ്പോകാതിരിക്കുക, രണ്ടും വേണം. അത് രണ്ടും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. പ്രതിഷേധത്തിന്റെ സ്വഭാവം കൊണ്ട് വോട്ടേഴ്സിനോട് പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം? വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കല്ലേ? ആ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രക്രിയയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ തയ്യാറില്ല. അല്ല, ഇതിന്റെ അകത്ത് ഒരുപാട് കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞുള്ള ഒരുപാട് കാര്യം ശരിയാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിനോട് ഞങ്ങൾക്ക് എന്തിനാ വിയോജിപ്പുണ്ടോ കാര്യം? അതായത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടന എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റാണ്. അത് കൃത്രിമത്തിൽ രൂപപ്പെടുത്താനും അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി വോട്ടർമാരെ കൂട്ടിച്ചേർക്കുക, നിരവധി വോട്ടർമാരെ വെട്ടിമാറ്റുക, ഇത്തരത്തിലുള്ള പ്രക്രിയയാണ് രാജ്യത്തിന്റെ പല ഭാഗത്ത് കണ്ടത്. അതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം, ഫലപ്രദമായ രീതിയിൽ ജനാധിപത്യ അടിത്തറ നിലനിർത്തത്തക്ക രീതിയിലുള്ള ഒരു വോട്ടർ ലിസ്റ്റ് ആവണം, കുറ്റമറ്റതാവണം. അതിന് സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസുണ്ട്. ആ കേസ് വിധി പറയുന്നതിന് മുമ്പാണ് വിധിപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്.
ഇലക്ഷൻ കമ്മീഷൻ എല്ലാം പറയുന്നത് ഇപ്പോഴും യഥാർത്ഥത്തിൽ പഴയ സ്വതന്ത്രമായ അങ്ങനെയല്ലേ ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലൊക്കെ അല്ലേ നമ്മൾ കാണുക. അതിൽ നിന്ന് വ്യത്യസ്തമായി BJP തീരുമാനം നടപ്പിലാക്കുന്ന ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണല്ലോ ഇന്ത്യ ഉയർന്നു വന്ന വലിയ ആക്ഷേപം. അതാണ് ഏത് നോട്ട് ചെയ്തോ എപ്പോ എപ്പോന്ന് വെച്ച മനസ്സിലാ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല. ഒരു കേസ് നിലവിലുണ്ട് അന്നേ. ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഒരു നോട്ടീസ് കൊണ്ടിങ്ങനെ ഉറപ്പിട്ടിരിക്കുക. കേസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.